കലിംഗ രാജാവിനോട് ഈ വീട്ടമ്മ വേദപഠനം കുട്ടികൾക്ക് നൽകാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ രാജാവ് പറയുന്ന മറുപടി നിങ്ങൾ തന്നെ കേൾക്കും. കഴിഞ്ഞാലും മുസ്ലിം മതപഠനത്തിന് വേണ്ടി നമ്മുടെ മദ്രസകളുണ്ട്. അതേപോലെ തന്നെ നിർബന്ധമായിട്ടും അവർക്ക് കുട്ടികൾക്ക് മദ്രസയിൽ പോകണം. ക്രിസ്ത്യൻ മതപഠനത്തിന് എല്ലാ സൺഡേകളിലും വേദപാഠുണ്ട്. നമ്മുടെ കുട്ടികൾ മാത്രം നമ്മുടെ ഒരു മൂല്യങ്ങളും അറിയാതെയാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. എല്ലാം കാണുന്നത് അവർ ടി വി കൂടെയാണ്, മഹാഭാരതം, രാമായണം ഒക്കെ. അത് നമുക്കിവിടെ എന്തെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ, നമ്മളെ മതത്തെ കുറിച്ചൊന്ന് അവബോധം വരുത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് അറിയുന്നത്. നിങ്ങളുടെ MLA യോട് ചോദിച്ചോ? പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി. ആ മാർക്സിസ്റ്റ് പാർട്ടി സർക്കാരിന്റെ കീഴിലാണ് ദേവസ്വം ബോർഡ്. നിങ്ങളിത് ന്യായമായിട്ടും അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ചോദിക്കേണ്ട ചോദ്യമാണ്. പരിഹാരം എങ്ങനെ കാണാനാണ്? പരിഹാരം ഇതേ ഉള്ളൂ. MLA അത് സാധിക്കണം. ഇല്ലെങ്കിൽ അത് സാധിച്ചു തരുന്ന ഒരു MLA നിങ്ങൾ ഇവിടുന്ന് തെരഞ്ഞെടുക്കുക. MLA മാത്രം തെരഞ്ഞെടുത്താൽ പോരാ, ഒരു ഭരണം കൂടെ വരണം. എല്ലാവർക്കും തുല്യത വരും. മദ്രസയും നടക്കും, കാറ്റക്കിസം ക്ലാസ്സും നടക്കും, വേദപഠനവും നടക്കും. രാജാവ് പറയണം അവരുടേതായ MLA മാത്രമല്ല ഒരു ഭരണം അവരുടേതായ ഉണ്ടായാൽ എല്ലാവർക്കും ഒരുപോലെ, എന്ന് വെച്ചാൽ മദ്രസയും ബൈബിൾ ക്ലാസ്സും വേദപഠനവും എല്ലാം കൃത്യമായി നിർവഹിക്കുമെന്ന്. കുറച്ചു കാലം മുമ്പേ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ഒരു ഉത്തരവ്? അതെന്തായിരുന്നു? ഒന്ന് ഓർത്തു നോക്കൂ. മദ്രസകൾ അടച്ചുപൂട്ടണം എന്നല്ലേ ആ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തില്ലേ? ഇവരുടെ മനസ്സിലിരിപ്പ് എന്തെന്ന് എല്ലാവർക്കും അറിയാം. ഇവരുടെ മനസ്സിലിരിപ്പ് മറ്റൊന്നുമല്ല, ന്യൂനപക്ഷ വിഭാഗത്തെ അടിച്ചമർത്തി ഒരു ഹിന്ദുത്വ മേൽക്കോയ്മ സൃഷ്ടിക്കുക എന്നതാണ്. അതിനുവേണ്ടിയുള്ള തീവ്ര പരിശ്രമത്തിലാണ് നമ്മുടെ കലിംഗ രാജാവ്.